ഞങ്ങളുടെ ചെറിയൊരു കൃഷിത്തോട്ടാണ് കേട്ടോ. അതാ ചേന പറിച്ച് നട്ടൊന്നുമില്ല, അപ്പം തന്നെ മുളച്ച് വന്നതാണ് കേട്ടോ. അതുപോലെ ശീമച്ചേമ്പ്, ഇത് മഞ്ഞൾ, ഇത് വെള്ള ചീനിമുളകാണ്. അതിവിടെ ഒരുപാടുണ്ട്. അപ്പം മഴ ധാരാളം പെയ്യണത് കൊണ്ട് ഒക്കെ ഒന്ന് ശോഷിച്ച് നിൽക്കുകയാണ്. ഇത് നമ്മുടെ കൂവ, മരുന്നിനൊക്കെ ഉപയോഗിക്കുന്ന കൂവപ്പൊടി ഉണ്ടാക്കുന്ന കൂവച്ചെടിയാണ് കൂവ. ഇതവിടെ നല്ലൊരു കൂട്ടുണ്ട്. അപ്പം അങ്ങനെ അതാ പൂവ് നോക്കൂ, പെരുംപൂവ് എന്നാണ് ഞങ്ങൾ പറയുന്നത് കേട്ടോ. ഇതിൻ്റെ മുകളിൽ കൂടെയൊക്കെ കുമ്പളം പടർന്നിട്ടുണ്ട്. കുമ്പളങ്ങ 2 പൊട്ടിച്ചെടുത്തു. ഇനി ഒന്നും കൂടെ ഇതാ അതിൻ്റെ ഇടയിൽ കൂടെ കാണാണ്ട് കണ്ട, അത് പൊട്ടിച്ചെടുക്കാനുള്ളതാണ്. പിന്നെ തുളസിച്ചെടിയുണ്ട്. പെരുംപൂവ് നിറയെ ഉണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. ഓണാകുമ്പോഴേക്കും പൂവിടാനായിട്ട് നിറയെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. നമ്മുടെ പച്ച ചീരയാണ് കേട്ടോ. അത് മുറിച്ചെടുക്കാണ്ട് കണ്ടോ, ഒക്കെ കതിര് വന്ന് മൂടി. അതിൻ്റെ ഇടയിൽ നല്ല ചുവന്ന ചീര. അത് പച്ചച്ചീരയൊക്കെ കതിര് വന്ന് നിൽക്കുകയാണ്. ശരിക്കും പച്ചയല്ല, പച്ചയിന് ഒരു ചുവപ്പും കൂടി കലർന്ന ചീര. അത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ചീരയുടെ വിത്ത് ഇട്ട് ഉണ്ടായതാണ്. പിന്നെ ഇത് നമ്മുടെ സാമ്പാർ ചീര. ഇതൊക്കെ സാമ്പാറിലിടാനും തോരൻ വയ്ക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. സാമ്പാറിലാണ് ഏറ്റവും നല്ലത്. ഇവിടെ ചുവന്ന ചീര നിൽക്കുന്നു. ഇത് ഈ മുള്ളാത്ത എന്ന് പറയുന്ന ഒരു ചെടിയാണ് കേട്ടോ. കുറ്റിച്ചെടി ഒരു മരം പോലെ ആവും. ഇത് വാങ്ങി വെച്ചതാണ്. ഇതിൽ കായകളൊക്കെ ഉണ്ടായി കഴിഞ്ഞു. ഒരു പഴം നിന്നിരുന്നു, ആത്തച്ചക്കയില്ലേ, അതുപോലെ ആണ് ഇതിൻ്റെ പഴം. ഇതാട്ടോ അതുമുള്ള കായ ഒരു പകുതി മൂപ്പായിട്ടുള്ളൂ. നല്ല വലുതാവും. അതുപോലെ അതാ ഒരു ചെറിയ കായ. ഇത് പച്ച ചീനിമുളകാണ്. ഉണ്ടായി വരുന്നേ ഉള്ളൂ. ഇവിടെ അതാ പച്ച ചീനിമുളക് നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പച്ച ചീനിമുളകിനാണ് നല്ല കൂടുതൽ മണം ഉണ്ടാവുക. വെള്ള ചീനിമുളകിനേക്കാൾ നല്ല മണം ഇതിനായിരിക്കും. അതവിടേക്ക് ഉണ്ട്. ഇനി അതാ നമ്മുടെ മറ്റേ സാദാ മുളക്, നീളൻ മുളക്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബുഷ് ഓറഞ്ചാണ്. ബുഷ് ഓറഞ്ച് നിറയെ ഉണ്ടാവും. ഇത് അധികം മൂക്കാതെ എടുത്താൽ അച്ചാറിടാനും അതുപോലെ ജ്യൂസിനാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതും വാങ്ങി വെച്ചതാണ്. അതാ നോക്കി നോക്കൂ,
എന്തുമാത്രം കായകളാണ്. നല്ല പുളിയാണ് കേട്ടോ. ഇത് ഓറഞ്ചാണ്. ബുഷോ വെള്ളം കുടിക്കാനായിട്ട് ജ്യൂസ് ഉണ്ടാക്കാനാണ് അധികം ഉപയോഗിക്കുന്നത് കേട്ടോ. നിറയെ ഉണ്ടാവും. ജ്യൂസ് കുടിക്കാൻ ഇഷ്ടമുള്ളവർ ബുഷ് ഓറഞ്ചിൻ്റെ തൈ വാങ്ങി വെച്ചാൽ മതി കേട്ടോ. ഒരു കൊല്ലത്തിൽ എപ്പോഴും കായ്ക്കുന്നതാണ്. ഒരു ട്രിപ്പ് കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പ് നിറയെ കായ്ക്കും. ഇത് കോവയ്ക്ക വേലിമേൽ പടർന്നിരിക്കുന്നതാണ് കേട്ടോ. ഇവിടെ കോവയ്ക്ക മാത്രമല്ല ശംഖുപുഷ്പത്തിൻ്റെ തൈയും പടർന്ന് പിടിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കറിവേപ്പാണ്. അതിൻ്റെ തല നുള്ളിയപ്പോൾ നിറയെ പൊടിച്ച് വരിക. ഇവിടെ നമ്മുടെ ഒരു കറിവേപ്പ് ചട്ടിയിൽ വെച്ചതാണ്, വാടി നിൽക്കുകയാണ്. അതിനെ ഇനി മണ്ണിലേക്ക് ഇറക്കി വെക്കണം. കോവയ്ക്ക ചെടിയുടെ പൂവാണ് കേട്ടോ. അതുപോലെ നമ്മുടെ നീല ശംഖുപുഷ്പം, ഇതെല്ലാം വേലിയിൽ പടർന്നുണ്ടായിരിക്കുകയാണ്. ഈ ചെടി കണ്ടിട്ടുണ്ടോ? എന്താ ചങ്ങലം എന്നാണ് പറയണേ. ഇത് നിറയെ വേലിയിൽ ഇങ്ങനെ പടർന്നുണ്ടാവും. നിറയെ ഉണ്ട്, ഇതൊക്കെ നിറയെ ഉണ്ട്. പക്ഷെ ഇതൊരു നല്ല ഔഷധമുള്ള ചെടിയാണ് കേട്ടോ. ഇത് മുറിച്ചിട്ട് എണ്ണ കാച്ചിയാൽ വേദനയൊക്കെ മാറുമെന്ന് പറയണു, മേല് വേദനയൊക്കെ മാറും പറയണു. തന്നെയല്ല ഇതിങ്ങനെ കമ്പ് മുറിച്ച് നട്ട് കഴിഞ്ഞാൽ നിറയെ ഉണ്ടാവും. ഇത് ചമ്മന്തി അരയ്ക്കും, എണ്ണയിലിട്ട് വാട്ടി ചമ്മന്തി അരയ്ക്കും. ചങ്ങലം പരണ്ട, അതത് നിറയെ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഇത് മുറിച്ച് നമ്മൾ ആയുർവേദ കടയിൽ കൊണ്ടു കൊടുത്താൽ പൈസയൊക്കെ കിട്ടും. നിറയെ ഉണ്ടാവും വേലിയിൽ. നല്ല ഔഷധമുള്ളതാണെന്നാണ് പറയണത്. ഞാൻ ചമ്മന്തി അരച്ചിട്ടില്ല, പക്ഷേ ഈ സംഭവം ഇവിടെ നിറയെ ഉണ്ട്. ഇത് നമ്മുടെ ചുണ്ടങ്ങ. ചുണ്ടങ്ങയും കറി വയ്ക്കാനും തോരൻ വയ്ക്കാനൊക്കെ അധികം മൂക്കാതെ പൊട്ടിച്ചെടുക്കണം. ഇത് കായ പൊട്ടിക്കാതെ എല്ലാം നിന്ന് മൂത്തിരിക്കുകയാണ്. അപ്പോൾ വേലിയിൽ കണ്ട ചങ്ങലം പരണ്ട. ഇതൊരു മുള്ളാത്ത ചെടിയാണ് കേട്ടോ. ഞാൻ അതിൽ മുള്ളാത്ത കാണിക്കാൻ നേരത്തെ കാണിച്ച പോലെ അതാ ഇതിൻ്റെ അവിടെ മുകളിൽ നിൽക്കുന്നുണ്ട്. ശരിക്കും ആത്തച്ചക്ക പോലെയാണ് കേട്ടോ. അതാ മുകളിൽ നിൽക്കുന്നുണ്ട്. പിന്നെ അവിടെ അതാ നിൽക്കണം. അതിനെന്തോ ഒരു കേട് ബാധിച്ചിട്ടുണ്ട്. ഈ ചെടി കണ്ടിട്ടുണ്ടോ? ആനത്തുമ്പ എന്നാണ് പറയുക. ഇത് അടിപൊളിയാണ് കേട്ടോ. തോരൻ വയ്ക്കാനും ഉപ്പേരി വയ്ക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് കുറച്ച് ചൊറിച്ചിലുണ്ട്. അപ്പം നമ്മൾ കയ്യിൽ ഉറയിട്ടിട്ട് വേണം നുള്ളി എടുക്കാനായിട്ട്. അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നുള്ളി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. കോവൽ, ആ ഇല്ല, ഞാൻ നമ്മുടെ വാഴയൊന്ന് പിടിക്കുക. നമ്മുടെ ഓണമാകുമ്പോഴേക്ക് നിറയെ ചെമ്പരത്തിപ്പൂവ്. ആഹാ, എന്താ ഭംഗി. വെള്ള മന്ദാരം പൂക്കൾ കണ്ടാൽ പിന്നെ അതൊന്ന് പിടിക്കാൻ തോന്നും. അതിൻ്റെ കായകൾ കണ്ടോ? സാമ്പാർ ചീര എല്ലായിടത്തും ഉണ്ട്, നിറയെ ഉണ്ട്.
ഇതൊരു പ്രഷർ ചീരയാണ് കേട്ടോ. എന്താ അയൺ ചീര എന്നൊക്കെ പറയും. തോരൻ വയ്ക്കാൻ അടിപൊളിയാണ്. ഇത് ഞങ്ങളുടെ മുരിങ്ങ നിറയെ ഇല നിൽക്കുന്നുണ്ട്. വഴുതനങ്ങ കണ്ടോ. ഈ സംഭവം നോക്കൂ, മരക്കൂണിൽ പെട്ട ഒരു തരം കൂണാണ് കേട്ടോ. ഉണ്ടോ, ആ വേരിലാണ് നിറയെ ഉണ്ടായിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതൊക്കെ വിഷമുള്ള കൂണുകളായിരിക്കും, നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. നല്ല ചെറുതിങ്ങനെ നിൽക്കണ കാണാൻ നല്ല ഭംഗിയുണ്ട്. അവിടെ അതാ നിറയെ പൊട്ടി മുളച്ച് വരുന്നു. കൂൺ തന്നെ ഒരുപാട് തരത്തിലുള്ള വെറൈറ്റികളുണ്ടല്ലോ. അധികം മരത്തിലാണ് കൂടുതൽ, മരത്തിൻ്റെ വേരുകളിലൊക്കെ. ഇതാണ് നമ്മൾ പറഞ്ഞ അയൺ ചീര കേട്ടോ. അതിവിടെ നിറയെ ഉണ്ട്. അതിൻ്റെ ഒരു കായകൾ കണ്ടോ. ഈ കായകൾ വരുന്നതിന് മുമ്പ് നമ്മളിത് ഇല അരിഞ്ഞ് എടുക്കണം. കായകൾ വന്നാൽ അത് നേരെയാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നല്ല ഭംഗിയാണ്, എന്താ രസം. അപ്പം നമ്മുടെ കുടപ്പൻ കണ്ടോ, എല്ലാം നമുക്ക് കറി വയ്ക്കാനുള്ളതാണ് കേട്ടോ. വീട്ടിൽ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ എല്ലാം നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഓക്കേ. ഇത് കപ്പയാണ്, മരച്ചീനി. അതിങ്ങനെ അതിൻ്റെ തണ്ടതാ തെങ്ങിൻ്റെ ചോട്ടിൽ നിന്നാണ് വന്നിരിക്കണേ. ഓക്കേ.